സുമതി വളവ് സിനിമാ വിവാദത്തിൽ സൈബർ പോലീസിന് പരാതി നൽകിയ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ നേരിടുന്നത് വൻ സൈബർ ആക്രമണം. ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ലെന്നും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കുകളെല്ലാം പരിശോധിക്കട്ടെ എന്നും സുമതി വളവ് സിനിമയുടെ അണിയർ പ്രവർത്തകർ പറയുന്നുണ്ട്. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, നേരിടുന്നത് വലിയ സൈബർ അതിക്രമം അല്ലെങ്കിൽ ആക്രമണം ആണെന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്, സംവിധായകനും തിരക്കഥാകൃത്തും പറയുന്നു. അതെ, തീർച്ചയായിട്ടും അഭിലാഷ് പിള്ളയും അതോടൊപ്പം തന്നെ വിഷ്ണു, സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്നാണ് കൊച്ചി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് സിനിമയുടെ നിർമ്മാതാവായിരുന്ന മുരളി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞ കാര്യത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഓൺലൈൻ മീഡിയയിലടക്കം തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ട്രോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സൈബർ നടപടികൾ വേണം, അതോടൊപ്പം ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നീ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാക്രമണം, സൈബർ ആക്രമണം നടക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യം കൂടി അവർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കൊച്ചി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ ആ കണക്കുകൾ പരിശോധിച്ച ശേഷം കൃത്യമായി കാര്യങ്ങൾ പറയട്ടെ, ബോധ്യപ്പെടുത്തട്ടെ എന്നീ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇതിനിടയിലാണ് ഫെഫ്കയുടെ പിന്തുണയും ഈ സംവിധായകനും തിരക്കഥാകൃത്തിനും കിട്ടിയത്. അത്തരത്തിൽ ഒരു നിർമ്മാതാവിന് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനും പരിഹരിക്കാനും സിനിമാ സംഘടനകൾ തയ്യാറാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കടന്നു വന്ന ഒരു പടം പൂർണ്ണമായിട്ടും സംവിധാനം ചെയ്ത ഒരു നടനാണ്, അത് മറ്റു സംവിധായകർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് വലിയ സൈബർ അതിക്രമം നേരിടുന്നു എന്ന് തന്നെയാണ് സംവിധായകനും തിരക്കഥാകൃത്തും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.